ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണെന്ന്. കുറച്ച് ദിവസമായി നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റൊക്കെ ഭയങ്കര ടഫാണെന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എപ്പിസോഡാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ റോബോട്ട്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കാർഡ്ബോർഡും അതുപോലെ തന്നെ ഒരു മിനി മോട്ടറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റോബോട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എക്സിബിഷൻ ഉണ്ടാകുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ പിന്നെ എന്താ നോക്കിക്കളെ, നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ അധികം ചുളിവോ അല്ലെങ്കിൽ മടക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നോക്കി എടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 14 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചായിരുന്നു. അതിന് ലംബമായിട്ട് കൃത്യം നടുവിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ എടുത്ത് മുകളിലേക്ക് വരച്ചു. എന്നിട്ട് അതൊക്കെ കൂടി കൂട്ടിമുട്ടിച്ച് ഒരു ത്രികോണം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടിയിൽ 14 സെൻറ്റിമീറ്റർ, പിന്നെ ലംബമായിട്ടുള്ള ഭാഗം 7 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു നൈഫ് വെച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മൂർച്ചയുള്ള നൈഫാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പസ് വെച്ചിട്ട് നമ്മുടെ ത്രികോണത്തിൻ്റെ 3 മൂലകളിലും നമുക്ക് ഹോൾ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ കോമ്പസിൻ്റെ ഹെഡിനേക്കാളും കുറച്ച് വലുപ്പത്തിലുള്ള ഹോളാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4 പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ വേറെ പീസ് എടുക്കണം. അതിപ്പോൾ ഒരു സൈഡ് 14 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 7 സെൻറ്റിമീറ്ററും ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ത്രികോണാകൃതിയിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ അടിവശത്തായിട്ട് നമ്മൾ അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഫെവിക്കോളോ അങ്ങനത്തെ പശകളായാലും യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അത് നമ്മൾ ഒരു സൈഡിൽ ഒട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു പീസ് കൂടി എടുക്കാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ 2 പീസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, അത് 2 നമ്മൾ ഒട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ കാർഡ്ബോർഡിൽ നമുക്ക് ഇതേപോലെ ഒരു വൃത്തം വരയ്ക്കണം. അതിനുശേഷം നമ്മളൊരു കത്രിക വെച്ചിട്ട് അത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 വലിയ വൃത്തവും ഒരു ചെറിയ വൃത്തമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു വലിയ വൃത്തം എടുത്തിട്ട് അതിൽ നടുഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിന് മുകളിൽ നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചറിഞ്ഞത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ കോമ്പസ് വെച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം സെൻറ്ററായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നടുവിൽ വെക്കുന്ന ആ പീസ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോമ്പസിൻ്റെ ഹെൽപ്പോട് കൂടി ഒട്ടിച്ചത്. ഇനി നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിത് കോമ്പസിൽ നിന്ന് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ത്രികോണത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഈർക്കലി കടത്തിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച റിങ്ങും അതിൻ്റെ ഒപ്പം ഒരു റബ്ബർ ബാൻഡും ഇട്ടിട്ട് ഇതേപോലെ കയറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് സൈഡിൽ വെച്ച ആ ഒരു ഈർക്കലിയിൽ മാത്രമേ നമ്മൾ റിങ് ഒക്കെ ഇട്ടിട്ടുള്ളൂ, റിങ്ങും റബ്ബർ ബാൻഡും. അതിനുശേഷം നമ്മൾ 2 സൈഡിൽ വെക്കുന്ന ഈർക്കലികളിൽ നമ്മൾ ഒന്നും തന്നെ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 ഐസ്ക്രീം സ്റ്റിക്കുകൾ വേണം. അതിനുശേഷം ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് അതിൻ്റെ വശങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഹോൾ ഇടണം. നമ്മളിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലായിട്ടാണ് ഹോൾ ഇടേണ്ടത്. കണ്ടോ, ഒരു 2 ഹോള് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ടൂത്ത് പിക്ക് ഇറക്കി വെക്കണം. നമ്മുടെ ടൂത്ത് പിക്ക് ഇതേപോലെ ഇറക്കി വെക്കുക. എന്നിട്ട് ആ ഇറക്കി വെച്ച ആ ഭാഗത്ത് നമ്മളൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. ഏകദേശം ഇതേപോലത്തെ നമുക്കൊരു 6 പീസാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഒരു സൈഡിൽ ടൂത്ത് പിക്ക് വെച്ചായിരുന്നു, വേറൊരു സൈഡിലെ ഹോള് വെറുതെ കിടക്കുകയായിരുന്നു. ആ ഹോള് നമ്മൾ നേരത്തെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ത്രികോണത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ച ഈർക്കലിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കയറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വെക്കുന്ന ആ പെയറുകളെല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടി ശ്രദ്ധിച്ച് വെക്കണം. അതായത് ഇപ്പോൾ ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ അതേ ആംഗിളിൽ തന്നെ ഇരിക്കണം, മാറിപ്പോകരുത്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമ്മളത് ഗ്ലൂ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെട്ടിവെച്ചിരുന്ന കാർഡ്ബോർഡിൻ്റെ പീസ് 2 എക്സ്ട്രാ ബാക്കി ഇരിക്കുന്നുണ്ട്. അത് വെച്ചാണ് നമ്മുടെ റോബോട്ടിൻ്റെ കാല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് കയറ്റി വെച്ചു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ പീസ് കയറ്റി വെച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ ബോഡി വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ബോഡി വർക്ക് മാത്രം. ഇനി ഇതിൻ്റെ എൻജിൻ സെറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു 9 വോൾട്ട് ബാറ്ററി, ആ ബാറ്ററിയുടെ ക്ലിപ്പ്, പിന്നെ ഒരു മിനി മോട്ടർ, അതുപോലെ തന്നെ ഒരു സ്വിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എൻജിൻ സെക്ഷനിലേക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ബാറ്ററി ക്ലിപ്പും നമ്മുടെ മിനി മോട്ടറും ആയിട്ട് ഒന്ന് വയർ സോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്ത് വെച്ചു. ഇനി ഇതിൽ ഒരു വയർ നമുക്ക് നടുവെച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ 2 അറ്റങ്ങൾ നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 അറ്റവും വയറിൻ്റെ സ്ട്രിപ്പ് ചെയ്തെടുത്തു. ഇനി ഈ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത ഭാഗം നമ്മൾ ഒരു സ്വിച്ച് എടുത്തായിരുന്നു. ആ സ്വിച്ചിൻ്റെ 2 ലീഡുകളിലായിട്ട് സോൾഡർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഒന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് നോക്കുകയാണ്, ഇത് വർക്കിംഗ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടർ വർക്ക് ആവുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും സ്വിച്ചൊക്കെ നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ബോഡിയുടെ നടുവിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മുടെ മോട്ടർ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി വെക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഗ്ലൂ അതിൽ ഒഴിക്കുകയാണ്. നമ്മൾ വെക്കുമ്പോൾ സ്ഥലപരിമിതി അനുസരിച്ച് വളരെയധികം സ്ഥലം ലാഭിച്ച് വേണം വെക്കാൻ. നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ ഈർക്കലിലൊന്നും തട്ടാത്ത രീതിയിൽ വെക്കാം. അവസാനമായിട്ട് നമ്മൾ സ്വിച്ച് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോബോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരു ബെൽറ്റ് ഇടേണ്ട പരിപാടി കൂടി നമുക്കുണ്ട്. അതായത് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചായിരുന്നു. ആ റബ്ബർ ബാൻഡ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാർഡ്ബോർഡിൻ്റെ വീലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കിതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ, അതായത് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മുടെ റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന്. ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മിനി മോട്ടർ കറങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ എല്ലാ ടച്ചപ്പും കഴിഞ്ഞ് നമ്മുടെ റോബോട്ട് ഓടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ടോയ് റോബോട്ട്. ഇതിനൊരു പേരിടണ്ടേ? ചിട്ടി എന്നിട്ടാലോ? ചിട്ടി എന്നിടാം. അപ്പോൾ നമ്മുടെ ചിട്ടി റോബോട്ടിനെ ഇനി ഓടില്ലെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നിലത്ത് വെച്ച് ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് നോക്കി നോക്കുന്നത് വർക്കിംഗ് ആണോന്ന് അറിയാനായിട്ട്. സ്വിച്ച് ഓൺ ചെയ്യണിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ കാലൊക്കെ വർക്കിംഗ് ആണ്. അപ്പം പിന്നെ നിലത്ത് വെച്ചത് ഓടോ ഇല്ലേന്നൂടി നോക്കിയാൽ മതി. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റോബോട്ടിനെ നടത്തിയൊക്കെ കണ്ടില്ലേ എല്ലാവരും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ടൈം എടുത്ത് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ റോബോട്ടിനെ നമ്മൾ 2 പങ്കായൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വാട്ടർ ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് 2 ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തുമ്പ് വെച്ചിട്ട് പങ്കായം ഉണ്ടാക്കിയിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നത് വെള്ളത്തിലിട്ട് നോക്കാൻ പോവാണ്. പുള്ളിക്കാരൻ വെള്ളത്തിൽ നീന്തിപ്പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കാം.
ബോണ്ട വെള്ളത്തിൽ മുങ്ങിപ്പോണ്. മോട്ടർ ആഗ്രഹമില്ലാണ്ടല്ല പുഴയിൽ പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാട്ടർ ടെസ്റ്റ് എന്തായാലും ചെറുതായിട്ട് പാളിപ്പോയി. നമ്മുടെ റോബോട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു അതായത് എന്താ പറയുക, അവർക്കിങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് അവർക്കൊരു സന്തോഷമാണ് ഉണ്ടാക്കി കണ്ട്. അതുകൊണ്ട് അവർ കളിക്കുമ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഇതുപോലത്തെ സിമ്പിൾ പ്രൊജക്ട്സൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാം. കുട്ടികൾ ഇത്തിരി ക്രിയേറ്റീവായിട്ട് വളരട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങളുടെ M4Tech യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.